ഇവിടെ എന്താ മാം? നാളെ വിഷു അല്ലേ, ഇവിടെ കണി വെക്കുന്ന കാര്യത്തെ പറ്റിയാ ആലോചിക്കണത്. ഓ, നാളെയാണല്ലേ വിഷു. പറഞ്ഞത് നന്നായി. നാളെ അടിപൊളിയായിട്ട് കണി വെക്കണ്ടേ മാഡം? മാം എന്തായാലും കണി വെക്കും. പക്ഷെ കണി കാണല് കഴിഞ്ഞ വർഷത്തെ പോലെ ആവരുത്. കഴിഞ്ഞ വർഷം ഇവിടെ നടത്തിയതുപോലെ തോന്നിയാസം കാണിക്കാൻ ഒരുത്തികളെ ഞാൻ അനുവദിക്കില്ല, അല്ലേ മന്ദാകിനി? അന്നത്തെ പോലെയുള്ള പ്രശ്നങ്ങൾ ഇത്തവണയും വിഷുവിന് ഉണ്ടായാൽ ഞാനത് ക്ഷമിച്ചൂന്ന് വരില്ല. അല്ല, കഴിഞ്ഞ വർഷം വിഷുവിന് ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയത് ഞങ്ങളാണെന്ന് മാമിന് എങ്ങനെ അറിയാം? ഞങ്ങൾക്കെതിരെ തെളിവൊന്നുമില്ലല്ലോ. വെറുതെ ഞങ്ങളെ പറയല്ലേ മാഡം. നിങ്ങൾ കൂടുതൽ സംസാരിക്കണ്ട. നാളെ ഇവിടെ വിഷുക്കണി വെക്കും. സന്തോഷവും സമാധാനവുമാണ് കൈനീട്ടമായി വാങ്ങേണ്ടത്, ശകാരമല്ല. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ? അതെ, കഴിഞ്ഞ തവണത്തെ പോലെയുള്ള പിള്ളേരല്ല ഇത്തവണയുള്ളത്. ഇത്തവണ വരാൻ പോകുന്നതേ തലയ്ക്കടി കിട്ടണ പോലത്തെ പണിയാ, ഓർത്തോ? നാളത്തെ വിഷുവിന് നല്ലൊരു കണി എല്ലാവർക്കും കൊടുക്കണ്ടേ? കണിയല്ല കൊടുക്കേണ്ടത്, കെണിയാ. കഴിഞ്ഞ തവണ നമ്മൾ കൂട്ടത്തോടെ ഇവിടെ ചിലർക്ക് പണി കൊടുത്തു. ഇത്തവണത്തെ വിഷുക്കണിക്ക് നമ്മുടെ ടാർഗറ്റ് 5 സുന്ദരികളാ. 5 സുന്ദരികൾ. അവളുമാർക്ക് ഓർമ്മയിൽ സൂക്ഷിക്കാൻ ഒരു ഉഗ്രൻ വിഷുക്കണി നമുക്ക് ഒരുക്കണം. നിങ്ങൾ വാ. നാളെ ഇവിടെ വിഷുക്കണിയൊക്കെ ഒരുക്കുന്നുണ്ടോ? എല്ലാ വർഷവും ഇവിടെ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടെന്നാ കേട്ടത്. നാളെ വിഷുക്കണി കാണിച്ച് റീന മാം നമുക്ക് എല്ലാവർക്കും വിഷുക്കൈ നീട്ടം തരും. കഴിഞ്ഞ തവണ വിഷുവിന് നമ്മൾ ഒരുമിച്ചില്ലായിരുന്നു. എനിക്ക് മുംബൈയിൽ അച്ഛന്റെ കൂടെ ആയിരുന്നു വിഷു. അമ്മയച്ഛനും തമ്മിൽ കണ്ടപ്പോ പിന്നെ വിഷു പടക്കത്തിന്റെ ആവശ്യമൊന്നും വന്നില്ല. കഴിഞ്ഞ വിഷുവിന് ഞാൻ വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു. കണിയും ഇല്ലായിരുന്നു, ആരും കൈനീട്ടവും തരാനില്ലായിരുന്നു. നമ്മൾ +2 കഴിഞ്ഞപ്പോഴാണ് എന്റെ ഓർമ്മ വൃന്ദയുടെ മനയിൽ പോയി നമ്മൾ വിഷു ആഘോഷിച്ചത്. അന്ന് മുത്തശ്ശനൊപ്പോഴും നമുക്ക് വിഷു കൈനീട്ടം തന്നു, വിഷു സദ്യ കഴിച്ചു. വിഷു എന്ന് കേൾക്കുമ്പോ ഞാൻ ഓർക്കുന്നത് വൃന്ദയുടെ മനയെ കുറിച്ചാ. അല്ല മേഘേ, നീ എന്താ മിണ്ടാതിരിക്കുന്നെ? എന്റെ വീട്ടിലെ വിഷുവിനെ കുറിച്ച് ഞാൻ ഒന്നും പറയുന്നില്ല, പറയാൻ തോന്നില്ല, അത്ര തന്നെ. ആരോ നിന്റെ വീട്ടില് വിഷു ഒന്നും ആഘോഷിക്കാറില്ലേ? നീ എന്താന്നും പറയാത്തെ? നിങ്ങളിതെല്ലാം പറയുമ്പോ ഞാൻ ഓർക്കായിരുന്നേ എന്റെ അമ്മയോടൊപ്പമുള്ള വിഷുക്കാലം. അമ്മ വന്ന് അതിരാവിലെ എന്നെ വിളിച്ചുണർത്തും. എന്റെ പിന്നെ വന്ന് കണ്ണ് പൊത്തിക്കൊണ്ടുവന്ന് എന്നെ വിഷുക്കണി കാണിക്കും. എന്നിട്ട് കൈനീട്ടവും തരും. അമ്മയുടെ കയ്യിൽ കാശൊന്നുമില്ലെങ്കില് വിഷുവിന് എനിക്ക് കൈനീട്ടം തരാനായിട്ട് അമ്മ ഒരു നാണയം എവിടുന്നേലും കടം വാങ്ങിച്ചു വെക്കുമായിരുന്നു. ഇന്ന് വിഷുക്കണി കാണിക്കാനും കൈനീട്ടം തരാനും അമ്മ എന്റെ കൂടെ ഇല്ലല്ലോ. വിഷുക്കണിയോ കൈനീട്ടവോ ഒന്നും അറിയാതെ എന്റെ അമ്മ എവിടെയാണാവോ? നിങ്ങൾക്കെല്ലാം നാളെ വിഷുക്കണി കാണാം. റീന മാം നിങ്ങൾക്ക് വിഷു കൈനീട്ടവും തരും. എന്റെ അമ്മ കൂടെ ഉണ്ടായിരുന്നെങ്കില് എനിക്കും വിഷുക്കണി കാണാമായിരുന്നു. അമ്മയുടെ കയ്യിൽ നിന്ന് എനിക്ക് കൈനീട്ടം കിട്ടിയനെ. അതൊക്കെ ഒരു പ്രത്യേക സന്തോഷമല്ലേ? അതിന് നീ എന്തിനാ കരയുന്ന? നിന്റെ അമ്മ കൂടെ ഇല്ലെങ്കിലും നിനക്ക് നാളെ വിഷുക്കണി കാണാൻ പറ്റും.
നിനക്ക് നാളെ വിഷു കൈനീട്ടവും കിട്ടും. റീന മാം എല്ലാവർക്കും വിഷു കൈനീട്ടം കൊടുക്കുമ്പോ ഒരമ്മയുടെ സ്ഥാനത്തുനിന്ന് നിനക്കും റീന മാം കൈനീട്ടം തരും. നിനക്കത് കിട്ടിയിരിക്കും. റീന മാമോ? ആ റീന മാമിന്റെ കയ്യിൽ നിന്ന് എനിക്ക് വിഷു കൈന്നിട്ടോ? അതേടാ, റീന മാമിന്റെ കയ്യിൽ നിന്ന് തന്നെ നിനക്ക് ഞാൻ വിഷു കൈനീട്ടം വാങ്ങിച്ചു തരും. അത് വൃന്ദ, ആ സമയത്ത് റീന മാം എന്നെ കാണില്ലേ? അവരെന്നെ തിരിച്ചറിയില്ലേ? അതൊന്നും ഉണ്ടാവില്ല. നീ ധൈര്യമായിട്ടിരിക്കെ. നാളത്തെ വിഷുവിന് നിനക്ക് ഞങ്ങള് സന്തോഷം തരും. ഇതേ വൃന്ദയുടെ വാക്കാ, കേട്ടാ? രുദ്രേട്ടനെ വിളിച്ചപ്പോ ഒരു സാധനം കൊടുത്തയക്കാന്ന് പറഞ്ഞിരുന്നു. നിങ്ങളിത് കൊണ്ടുവന്നോ? ആ, കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാ പിന്നെ എടുത്തു. ദാ, ഇതാണ് സാധനം. താങ്ക് യു ചേട്ടാ. അല്ല, ഈ സാധനം നിങ്ങൾക്ക് എന്തിനാ? നാളെ വിഷു അല്ലേ ചേട്ടാ, നമ്മുടെ 5 സുന്ദരികൾക്ക് ഒരു കണി വെക്കാന്. ഇത് സംഗതി പടക്കം തന്നെയാണല്ലോ അല്ലേ? വലിയ ശബ്ദമൊന്നും പുറപ്പെടുവിക്കാത്ത പുതിയ ഒരിനം പടക്കമാണിത്. ഇതിന് തീ കൊളുത്തിയ കുറച്ച് സമയത്തിനകം പൊട്ടിത്തെറിക്കും. ബ്ലാസ്റ്റ് ഉണ്ടാകുന്നിടത്ത് കരിയും പുകയൊക്കെ ആയിരിക്കും. ആളുകൾ പാറക്കോറയിൽ ഉപയോഗിക്കുന്ന പടക്കത്തിന്റെ വേറൊരു പതിപ്പാണ് ഈ സാധനം. ഓ, ഇത് പൊട്ടിത്തെറിക്കുമ്പോ ആളുകൾക്ക് മുറിവേൽക്കോ? ഹേയ്, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഇതിന്റെ ബ്ലാസ്റ്റ് നടക്കുമ്പോ ഏറ്റവും അടുത്ത് നിന്നാ ചിലപ്പോ പൊള്ളലേൽക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങളിത് വളരെ സൂക്ഷിമണം ഹാൻഡിൽ ചെയ്യാൻ. അതൊക്കെ ഞങ്ങൾ ശ്രദ്ധിച്ചോളാം. തീ കൊളുത്തിയ സംഗതി അല്പസമയത്തിനുള്ളിൽ പൊട്ടിത്തെറിച്ച് അവിടെയെല്ലാം അലമ്പാവൂലോ അല്ലേ? അതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നെങ്കിൽ അത് നടക്കും. സംഗതി ഒരു കൊച്ചു ബോംബാണ് നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നത്. വളരെ സൂക്ഷിക്കണം. എന്നാ പിന്നെ ഞാൻ പോട്ടെ. ഓക്കെ. ആ.